നമസ്കാരം. ഡ്രാഫ്റ്റ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. നാണക്കേടിൻ്റെ പടുകുഴിയിൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാണ് ഇപ്പോൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് അവസ്ഥ. വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് പൂട്ടിയിരിക്കുന്നു. 2 ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയാണ്. 1-0 ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസ് മുമ്പിലായി. 90 റൺസിൻ്റെ വിജയമാണ് വെസ്റ്റ് ഇൻഡീസ് നേടിയിരിക്കുന്നത്. ഇതോടുകൂടി എന്താ സംഭവിച്ചതെന്നറിയോ? കഴിഞ്ഞ 3 കൊല്ലക്കാലമായിട്ട്, എത്ര 3 വർഷമായിട്ട് പാകിസ്ഥാൻ ഒരു എവേ ടെസ്റ്റ് ജയിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ 3 വർഷത്തിനിടക്ക് നടന്ന അവരുടെ എവേ ടെസ്റ്റുകൾ നോക്കാം. ഓസ്ട്രേലിയക്കെതിരെ പെർത്തിൽ 2023 360 റൺസിന് തോറ്റു. വീണ്ടും ഓസ്ട്രേലിയക്കെതിരെ മെൽബണിൽ 2023 79 റൺസിന് പൊട്ടി. 2024 സിഡ്നിയിൽ ഓസ്ട്രേലിയക്കെതിരെ 8 വിക്കറ്റിന് പൊട്ടി. 2024 സെഞ്ചുറിയനിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 2 വിക്കറ്റിന് തോറ്റു. 2025 കേപ്പ് ടൗണിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 10 വിക്കറ്റിന് പൊട്ടി. 2026 ബംഗ്ലാദേശിനെതിരെ 104 റൺസിന് മീർപൂരിൽ പരാജയപ്പെട്ടു. 2026 ബംഗ്ലാദേശിനെതിരെ സിയൽഹെറ്റിൽ 78 റൺസിന് പരാജയപ്പെട്ടു. ഇപ്പോഴിതാ അവർ വെസ്റ്റ് ഇൻഡീസിനെതിരെ ടൊഡുബയിൽ 90 റൺസിൻ്റെ പരാജയമാണ് നേരിട്ടിരിക്കുന്നത്. പൊട്ടിത്തകർന്നൊരവസ്ഥ. ഈ ടെസ്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നേ. വെസ്റ്റ് ഇൻഡീസ് ആദ്യ ഇന്നിങ്സിൽ 311 റൺസ് അടിച്ചപ്പോൾ പാകിസ്ഥാൻ 282 റൺസ് അടിച്ചു. പാകിസ്ഥാൻ്റെ ഇന്നിങ്സിൽ ജസ്റ്റിൻ ഗ്രീവ്സിൻ്റെ വല്ലാത്തൊരു ബൗളിംഗ് പ്രകടനമുണ്ടായിരുന്നു. ആ സ്പെല്ലിൽ ഓരോ ഓവറും അദ്ദേഹം മേഡൻ വിക്കറ്റ് അങ്ങനെ 5 വിക്കറ്റുകൾ പിഴുതിട്ടുണ്ടായിരുന്നു. ഗ്രീവ്സ് ഒടുവിൽ 11 ഓവറിൽ 27 റൺസിൽ 5 വിക്കറ്റ് വീഴ്ത്തി. ഏതായാലും രണ്ടാം ഇന്നിങ്സിൽ വെസ്റ്റ് ഇൻഡീസ് 181 റൺസിന് ഓൾ ഔട്ടായി. പാകിസ്ഥാൻ പക്ഷേ 120 ഓൾ ഔട്ടായി. അങ്ങനെ 90 റൺസിൻ്റെ പരാജയം. ബാബർ അസം പാകിസ്ഥാൻ്റെ ക്യാപ്റ്റനായിട്ട് മടങ്ങിയെത്തിയിട്ട് തുടക്കം നല്ല രൂപത്തിൽ പണി പാളിയിട്ടുണ്ട്. ബാബർ അസമിൻ്റെ കളിക്ക് ശേഷമുള്ള സംസാരം എങ്ങനെയായിരുന്നു? ദി റിസൾട്ട് ഈസ് നോട്ട് ഇൻ അവർ ഹാൻഡ്സ്. മത്സരഫലം ഞങ്ങളുടെ കയ്യിലല്ല. ഞങ്ങൾ നല്ല ക്രിക്കറ്റാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കളിച്ചത്. പക്ഷേ ഈ ഒരു ദിവസം ഫൈനൽ ഡേയിൽ, കളി അവസാനിച്ച ദിവസം, ഞങ്ങൾ ഫൈനൽ ഡേ എന്ന് പറയുന്നത് 4-ാം ദിവസമാണ് കളി അവസാനിച്ചത്. ഈ ഒരു ദിവസം ഞങ്ങളുടെ ബാറ്റിംഗ് യൂണിറ്റ് നോട്ട് അപ് ടു ദി മാർക്ക്. അതാണ് സംഭവിച്ചത്. ബാക്ക് ടു ബാക്ക് വിക്കറ്റുകൾ നഷ്ടമായി. ഞങ്ങൾ അത് ഇനി വർക്ക് ചെയ്യുകയാണ്. കാരണം വരും മത്സരങ്ങളിൽ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അവിടെ പറയട്ടെ. കാരണം വല്ലാത്തൊരവസ്ഥയിലാണ് പാകിസ്ഥാൻ ക്രിക്കറ്റുള്ളത്. ഇപ്പം ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ സ്റ്റാൻഡിംഗ് നോക്കിയാൽ ഏറ്റവും അവസാനം പാകിസ്ഥാനാണ്. അവരുടെ PCT 6.67 മാത്രമാണ്. വല്ലാത്തൊരവസ്ഥയാണ്. വെസ്റ്റ് ഇൻഡീസ് ഇപ്പം ഈ ഒരു ടെസ്റ്റ് വിജയിച്ചു. ഒരു പൊടിക്ക് മുന്നിലാണ്. 8ാം സ്ഥാനത്താണ്. 22.73 അവരുടെ PCT. നിലവിൽ ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ, അതായത് WTCയുടെ റാങ്കിങ്ങിൽ 1ാമത് ഓസ്ട്രേലിയയാണ്. PCT 87.5. 2ാമത് സൗത്ത് ആഫ്രിക്ക PCT 75. 3ാമത് ന്യൂസിലാൻഡ് PCT 72.22. 4ാമത് ബംഗ്ലാദേശ് PCT 58.33. 5ാമത് ടീം ഇന്ത്യ PCT 48.15. 6ാമത് ശ്രീലങ്ക PCT 41.67. 7ാമത് ഇംഗ്ലണ്ട് PCT 24.36. 8 വെസ്റ്റ് ഇൻഡീസും 9 പാകിസ്ഥാനുമാണ് ഏറ്റവും താഴെ പാകിസ്ഥാൻ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഡ്രാഫ്റ്റ് ടോക്സിൽ എത്താം.